കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും എത്ര വോട്ട് എത്ര എടുത്ത് വിജയിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് CPM ചില കണക്കൂട്ടലുകൾ നടത്തി. അത് അമ്പേ പാളിപ്പോയി. അതുകൊണ്ട് ഇത്തവണ ചില പുറമേയുള്ള ഏജൻസികളുടെ സഹായത്തോടെ കണക്കൂട്ടൽ നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അരിച്ചെടുത്ത കണക്കാണ് 75 സീറ്റ് CPMന് കിട്ടും. അതുകൊണ്ട് ഭരണത്തിലേക്ക് എത്താം. BJP പറയുന്നു നിലവിലുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആ മുന്നേറ്റം വെച്ച് നോക്കുകയാണെങ്കിൽ ഭരണവിരുദ്ധ വികാരം കൂടെ ഗുണകരമായി 50 മണ്ഡലങ്ങളിൽ അതിനനുസരിച്ച് വോട്ടുകൾ വിഭജിക്കപ്പെട്ടു. അതിൻ്റെ ഒരു ശതമാനം ഞങ്ങൾക്ക് കിട്ടും. മാത്രമല്ല തിരുവനന്തപുരത്ത് 6 മണ്ഡലങ്ങൾ ജയിക്കും. പക്ഷേ UDF ഉറപ്പിച്ച് പറയുന്നു 100+ കിട്ടുമെന്ന്. അതിൽ VD സതീശൻ നേരത്തെ പറഞ്ഞതാണ്, എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നു. സത്യത്തിൽ ആര് ഭരിക്കും കേരളം? ഈ 3 പേരും പറയുന്നത് ഒരേപോലെ സത്യമാണ്, അല്ലെങ്കിൽ ഒരേപോലെ നുണയാണ്. 3 പേരും പറയുന്നത് സത്യമാകാൻ വഴിയില്ല. അപ്പോൾ അത് ഊഹാപോഹമാണ്. ഇപ്പോൾ വോട്ടിങ് കഴിഞ്ഞു, വോട്ടിരിക്കുന്നത് EVMനുള്ളിൽ. ആരാർക്ക് വോട്ട് ചെയ്തതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എക്സിറ്റ് പോള് പോലും നടന്നിട്ടില്ല. അപ്പോൾ പിന്നെ ചുമ്മാ ഇങ്ങനെ ഞാൻ ജയിക്കും എന്ന് ആർക്കും അവകാശപ്പെടാം. മിയർ സ്പെക്കുലേഷനും. പിന്നെ ഒരു ട്രഡീഷണലായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ഒരു മണ്ഡലത്തിലെ ആൾക്കാർ, അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നവർ എന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ ഉണ്ട്. അത് തന്നെ പലപ്പോഴും മാറിപ്പോകാറുണ്ട്. ഇപ്പോൾ എറണാകുളം ജനറലി കോൺഗ്രസ് അനുകൂല മണ്ഡലമാണ്. എറണാകുളം ജില്ല തന്നെ ഒരു കോൺഗ്രസ് അനുകൂല ജില്ലയായിട്ട് കൂട്ടുന്നു. പത്തനംതിട്ട അങ്ങനെയായിരുന്നു. പക്ഷേ കഴിഞ്ഞ 1-2 തെരഞ്ഞെടുപ്പുകൾ പത്തനംതിട്ട മാറി. എന്തുകൊണ്ട് മാറിയെന്ന് ചോദിച്ചാൽ അവരങ്ങ് മാറി, അത്രേ ഉള്ളൂ. ഇതിനൊന്നും കൃത്യമായ കണക്കോ സംഗതിയോ ഒന്നും ആരുടെ കയ്യിലും ഇല്ല. ഇവർ ഞങ്ങൾ കൃത്യമായിട്ട് ബൂത്തിൽ നിന്ന് ഓരോ ബൂത്തിൽ ഇത്ര വോട്ട് നമുക്ക് കിട്ടും എന്നൊക്കെ പാർട്ടിക്ക് കണക്കുണ്ട്. തേങ്ങയുണ്ട്, കണക്കൊക്കെ ഉണ്ട്. പക്ഷേ ആ കണക്കിനൊന്നും യാതൊരു അർത്ഥവുമില്ല. ഇവർ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇത് പറയും, ഞങ്ങളുടെ ബൂത്ത് തലത്തിൽ നിന്നുള്ള കണക്ക് 478 വോട്ടിൻ്റെ വ്യത്യാസമുണ്ട്, അതെങ്ങനെ വന്നു എന്ന് പാർട്ടി അന്വേഷിക്കും. നമ്മൾ വിചാരിക്കും, മൈക്രോസ്കോപ്പ് വെച്ചിട്ട് റിസൾട്ട് വന്നപ്പോൾ റിസൾട്ടും പാർട്ടിയുടെ ഫീഡ്ബാക്കും തമ്മിൽ 478 വോട്ടിൻ്റെ വ്യത്യാസം. അതവർ സീരിയസ് ആയിട്ട് എടുത്തിട്ട് അവർ അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. എന്തൊരു പാർട്ടി എന്നൊക്കെ. വെറുതെ പൊട്ടത്തരമാണ് ഇതൊക്കെ. ഞാനോ സിനിജിയോ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇതേ വ്യത്യാസമൊക്കെ വരും. 478 പകരം ചിലപ്പോൾ 578 ആകുമെന്നേ ഉള്ളൂ. അല്ലാതെ ഒരു ചുക്കുമില്ല. ആർക്കും ഇതറിയാൻ പറ്റില്ല. ഇത് രഹസ്യ വോട്ടല്ലേ, എങ്ങനെ ഇവർക്കറിയാമെന്ന് പറയും. ഇവരുടെ പാർട്ടി മെമ്പർമാർ വന്നാൽ പാർട്ടിക്ക് വോട്ട് ചെയ്യും. ശരി, ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമല്ല. പാർട്ടി മെമ്പർ അവന് തോന്നിയ പോലെ വോട്ട് ചെയ്യുകയാണ്. ഈ നിർത്തിയ സ്ഥാനാർത്ഥിയെ അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൻ മാറി വോട്ട് ചെയ്യും. അങ്ങനെ വലിയ വലിയ ആൾക്കാരൊക്കെ തോറ്റുപോകുന്നത്. ജനത്തിന് ജനാധിപത്യത്തിൽ അൺപ്രഡിക്റ്റബിളാണ് ജനം. ആർക്കും അവർ വോട്ട് ചെയ്തു എന്ന് വരാം, ചെയ്തില്ലെന്ന് വരാം. മാധ്യമങ്ങൾ ഈ 3 പ്രധാനപ്പെട്ട കക്ഷികളെ അവർ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അവരുടെ കാര്യം അതൊക്കെ TV-യിൽ കാണിക്കും. എന്നാൽ ഒരു ജനാധിപത്യത്തിൽ മറ്റ് സ്ഥാനാർത്ഥികൾക്കും ഒരു 10 മിനിറ്റ് കൊടുക്കണ്ടേ? കൊടുക്കാറുണ്ട്. അതൊരു ജനാധിപത്യ മര്യാദയാണ്. 6 പേര് ഒരു നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്നു. 3 പേര് 3 മുന്നണി, നിങ്ങൾക്ക് പ്രിയപ്പെട്ട മുന്നണി, ശരി ആയിക്കോട്ടെ. അതിന് താഴെ ബാക്കി 3 പേര് കൂടെ ഉണ്ടല്ലോ. ആ 3 പേർക്ക് 5 സെക്കൻഡ് വെച്ചെങ്കിലും ഒരു മാധ്യമ സ്പേസ് കൊടുക്കണ്ടേ? അത് കൊടുക്കാറില്ല. മാധ്യമങ്ങൾ കളിക്കുന്ന രാഷ്ട്രീയം അതാണ്. അവർ ഈ 3 മുന്നണിയല്ലാതെ വേറെ ആരെയും അവരംഗീകരിക്കുന്നില്ല. ഇതൊക്കെ ഇപ്പോൾ TV ചർച്ചകൾ നോക്കിക്കോ, അതിൽ വിളിക്കുന്നത് ഈ 3 മുന്നണിയുടെ ആൾക്കാരെയാണ്. ബട്ട് BJP-യിൽ നിന്ന് വിളിക്കുമ്പോൾ, NDA-യിൽ നിന്ന് വിളിക്കുമ്പോൾ BJP-കാരനല്ലാത്ത ഒരാളെ കാണാറുണ്ട്. BDJS-ൻ്റെ ആൾ ഡിബേറ്റിന് വരുന്നത് കാണാറുണ്ട്. 2020-യുടെ ആൾ ഡിബേറ്റിന് വരുമോ? അത് BJP. LDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM ആണ്.
ആദ്യപൂർവം CPI-കാരന് വന്നാലായി. അത് CPI-യുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ആണെങ്കിൽ CPI-കാരനെ വിടും. അതല്ലാതെ ജനറൽ ഇഷ്യൂ ആണെങ്കിൽ അതൊക്കെ പറയേണ്ടത് CPM ആണ്. ഇതുപോലെ UDF. കോൺഗ്രസ്സാണ് എല്ലാ ഇഷ്യൂവിനും മറുപടി പറയുന്നത്. പിന്നെ മുസ്ലിം ലീഗ് പോയി കുരുങ്ങിയ വലിയ ഇഷ്യൂ ആണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയെ കാണാം, അല്ലെങ്കിൽ കാണില്ല. അപ്പോൾ ഈ 3 കക്ഷികൾ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഇവർ മാധ്യമങ്ങൾ പെരുമാറുന്നു. അങ്ങനെ കക്ഷികൾക്കും ഒരു തോന്നൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഫീൽഡിൽ. അവർക്ക് അനുകൂലമായ കുറേ കണക്കുകൾ ഉണ്ടാക്കിയിട്ട് അവർ വിടുന്നു. പത്രങ്ങൾക്ക് തലക്കെട്ട് വേണം, ചാനലുകൾക്ക് വാർത്ത വേണം. അപ്പോൾ എന്തെങ്കിലും ദിവസം രമേശ് ചെന്നിത്തല പറയും, അല്ലെങ്കിൽ MV ഗോവിന്ദൻ പറയും. അതൊക്കെ എടുത്ത് കൊടുത്തിട്ട് അങ്ങനെ കാലം കഴിക്കുന്നു. മാർച്ച് 4-ാം തീയതി വരെ ഇത് ചെയ്തല്ലേ പറ്റുള്ളൂ, വേറെ മാർഗമില്ല. അതുകൊണ്ട് നടത്തുന്ന ഭോഷ്കാണ്. അല്ലാതെ ഈ കണക്കിലൊന്നും യാതൊരു അർത്ഥവുമില്ല. ഏത് സ്ഥാനാർത്ഥിയും ജയിക്കുമെന്നും തോൽക്കുമെന്നും ഈ ഇരുന്ന ഇരിപ്പിൽ ഞാൻ സമർത്ഥിച്ചു തരാം. സിനിജി എന്നോട് പറയുക, നിയോജകമണ്ഡലം ഇന്നതാണ്, സ്ഥാനാർത്ഥി ഇന്നതാണ്, അയാൾ ജയിക്കുമെന്ന് സ്ഥാപിക്കണം. ഞാനൊന്ന് സ്ഥാപിക്കും, ഒരു 3 മിനിറ്റ് സമയം. ജയിക്കുമെന്ന് ഉടനെ തന്നെ സിനിജി പറയുക, അയാൾ തോക്കുമെന്ന് സ്ഥാപിക്കും. തോക്കാനുള്ള ന്യായങ്ങൾ കുറേ ഞാൻ പറയും. ഇതാണ് ഇതിനകത്ത്. അല്ലാതെ വേറെ ഒരു ചുക്കും കണക്കും ആരുടെ കയ്യിലും ഇല്ല, ആരുടെ കൈക്കും നിൽക്കുന്നില്ല. ഈ എക്സിറ്റ് പോളാണ് കുറേ കൂടെ ഡിപ്പെൻഡിങ് ആയിട്ട്. കാരണം പോൾ ചെയ്ത് പുറത്ത് വരുന്ന ആൾക്കാരോട് ചോദിക്കുന്നു എന്നാണ് സങ്കല്പം. സിനുജി എത്ര കാലമായെന്നറിയാമോ ഞാൻ ഈ കേരളത്തിൽ തേരാപ്പാര തെക്കോടൊക്കെ നടക്കുന്നു, വോട്ട് ചെയ്യുന്നു. എൻ്റെ അടുത്ത് ഇന്ന് വരെ ഒരു സർവേയുടെ ആളും വന്നിട്ടില്ല, ഒരു എക്സിറ്റ് പോളിൻ്റെ ആളും വന്നിട്ടില്ല. എപ്പോഴെങ്കിലും വെട്ടിപ്പഴിച്ചൊന്ന് വരണമല്ലോ, അത് വന്നിട്ടില്ല. അതുകൊണ്ട് അതില്ല എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. അത് നടക്കുന്നത് ഇവരുടെ സ്റ്റുഡിയോയ്ക്കുള്ളിലാണ്. അത് നടന്നിട്ട് അവർ റിസൾട്ടൊക്കെ പറയും. കുറച്ചെങ്കിലും വിശ്വാസ്യത എക്സിറ്റ് പോളിനാണ് എന്ന് ആൾക്കാർ ധരിച്ചിരുന്നു. പക്ഷേ ഒരു 2019 ഇങ്ങോട്ട് എക്സിറ്റ് പോളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റാൻ തുടങ്ങി. എക്സിറ്റ് പോളിൽ ഇവരൊരു എറർ ഓഫ് ടെല്ലിങ് ലൈ, ഒരു മനുഷ്യൻ നുണ പറയാനൊരു സാധ്യതയുണ്ടില്ല. ആ സാധ്യതയ്ക്ക് ഒരു കറക്ഷൻ ഒക്കെ അവർ വരുത്തിയിട്ടൊക്കെയാണ് എക്സിറ്റ് പോൾ പുറത്ത് വിടുന്നത്. പക്ഷേ ഇതിപ്പോൾ 10% പേര് നുണ പറയുന്നു, 100% പേര് ഇവരെടുത്ത് നുണ പറയും. ഇറങ്ങി വരുന്ന ആളിനോട് ആർക്ക് വോട്ട് ചെയ്തു എന്ന് ചോദിക്കുന്ന ഏർപ്പാടാണ് എക്സിറ്റ് പോൾ. അപ്പോൾ അയാൾ ഓർക്കാതെ അങ്ങ് പറഞ്ഞു കളയും എന്നുള്ളതാണ് കാൽക്കുലേഷൻ. അങ്ങനെയൊന്നും ആളുകൾ പറയില്ല. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രയും കള്ളം പ്രചരിപ്പിക്കുന്നതുകൊണ്ട് ഒരു നേട്ടമുണ്ട്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ CPM ഒരു സംസ്ഥാനത്തെങ്കിലും ഭരിക്കാത്ത ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഈ കേരളത്തിൽ അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ CPM ഒരു സംസ്ഥാനത്തും ഇല്ല എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും. എവിടെ നിന്ന് ഫണ്ട് പിരിക്കും? ഇനി കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരായിരുന്നെങ്കിൽ 10 വർഷമായിട്ട് അധികാരത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു പാർട്ടി, മുസ്ലിം ലീഗിനാണെങ്കിൽ ഭരണമില്ലാതെ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ ഈ കോൺഗ്രസിലെ നേതാക്കളും വലിയ തോതിൽ BJPയിലേക്ക് ഒഴുകുമെന്നാണ് മറ്റ് സംസ്ഥാനങ്ങളുടെ അനുഭവം വെച്ച് വിലയിരുത്തപ്പെടുന്നത്. ഇതൊക്കെ ഈ 2 മുന്നണികൾക്കും വലിയ പ്രശ്നമല്ലേ സൃഷ്ടിക്കുന്നത്? അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം സിനുജി പറഞ്ഞ പോലെ നേരെ അപ്പുറത്ത് പോയപ്പോരെ BJPയിൽ ചേർന്നു, അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, അയാൾ MLA ആയി. അത് കേരളത്തിൽ നടക്കുമോ? കേരളത്തിൽ അത് നടക്കുമോ എന്നുള്ള എന്താ നടക്കാത്തത്? ഇപ്പോൾ നോക്കിയത് നാട്ടികയിൽ CPI-കാരൻ BJPയിൽ വന്നിട്ട് മത്സരിച്ചില്ല. മിക്കവാറും അയാൾ ജയിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. എന്താ കേരളത്തിൽ നടക്കാത്തത്? ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ഇവിടെ നെയ്യാറ്റിൻകരയിൽ ശെൽവരാജ് LDF ആയിരുന്നു, അവിടെ നിന്ന് UDFയിലേക്ക് ചാടി UDF ആയിട്ട് മത്സരിച്ചു, എന്നിട്ട് അയാൾ ജയിച്ചു. അതുകൊണ്ട് കാലുമാറ്റമൊക്കെ കേരളമാണ് ഇതിൻ്റെ തുടക്കം. കാലുമാറ്റം ലാർജ് സ്കെയിലിൽ നടത്തുന്നത് ഈ ഉത്തരേന്ത്യയുടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, കേരളം ഒരു പ്രോട്ടോടൈപ്പ് മാതൃക വികസിപ്പിച്ച് ടെസ്റ്റ് ചെയ്യും. ഉത്തരേന്ത്യ അത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തും. കേരളത്തിലാണ് ന്യൂനപക്ഷ സർക്കാരിനെ പിന്താങ്ങാം എന്നൊരു പ്രിൻസിപ്പിൾ ആദ്യം വരുന്നത് കേരളത്തിലാണ്. പട്ടംതാണുകളുടെ സർക്കാർ അതിന് ഭൂരിപക്ഷമില്ല. കോൺഗ്രസ് അതിനെ പുറത്തു നിന്ന് പിന്തുണച്ചു, പനമ്പള്ളി ഗോവിന്ദൻ. അങ്ങനെ ന്യൂനപക്ഷ സർക്കാരിൻ്റെ ഭാഗമാകാതെ പുറത്തു നിന്ന് പിന്തുണയ്ക്കാം. അതിനെ പിന്താങ്ങി പ്രതിപക്ഷം എന്ന് പറഞ്ഞ് കളിയാക്കിയ ആൾക്കാർ.
പ്രതിപക്ഷമാണ്, പക്ഷേ പിന്താങ്ങും. പക്ഷെ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ എത്രയോ മന്ത്രിസഭകൾ സംഭവിച്ചു. കേന്ദ്രത്തിൽ നരസിംഹറാവുവിൻ്റെ ന്യൂനപക്ഷ മന്ത്രിസഭയായിരുന്നു. ബാക്കിയെല്ലാം പ്രതിപക്ഷമാണ്, നരസിംഹറാവുവിന് ഭൂരിപക്ഷമില്ല. പക്ഷേ ഒരു ക്രിട്ടിക്കൽ മൊമെൻ്റ് വരുമ്പോൾ നരസിംഹറാവുവിനെ CPM പിന്തുണയ്ക്കും, ഇവരൊക്കെ പിന്തുണയ്ക്കും. ഇതുപോലെ മൻമോഹൻ സിംഗ് 10 വർഷം ഭരിച്ചു, ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല, എല്ലാവരും പ്രതിപക്ഷത്താണ്. പക്ഷേ ആവശ്യം വരുമ്പോൾ മൻമോഹൻ സിംഗിനെ പിന്തുണയ്ക്കും. ഇങ്ങനെ പിന്താങ്ങി പ്രതിപക്ഷം എന്ന് പണ്ട് കേരളത്തിൽ കളിയാക്കിയ ആൾക്കാർ മൊത്തം ഭാരതത്തിൻ്റെ ഭരണത്തിൽ അത് കൊണ്ടുവന്നു. എല്ലാം ഈ രാഷ്ട്രീയ രംഗത്തെ സകല തരികിടകളും ഉത്ഭവിച്ചത് കേരളത്തിൽ നിന്നാണ്. അത് ലാർജ് സ്കെയിലാക്കി UP-കാരൻ ബീഹാറുകാരനൊക്കെ വലിയ ഫാക്ടറി ഇട്ട് പ്രൊഡക്ഷൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ അന്തം വിട്ടു. വാസ്തവത്തിൽ ഇതിൻ്റെ പ്രോട്ടോടൈപ്പ് നിർമ്മിച്ചത്, ഈ യന്ത്രം കണ്ടുപിടിച്ചതും ഉണ്ടാക്കിയതും പരീക്ഷിച്ചതും ഒക്കെ കേരളത്തിലാണ്. അങ്ങനെ സകല രാഷ്ട്രീയ പോക്കൃത്തരങ്ങളുടെയും തുടക്കം കേരളത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ റിസൾട്ട് സംബന്ധിച്ചും ഇപ്പോൾ ഈ അവകാശവാദം ഉന്നയിക്കുന്നത് അത് മറ്റൊരു കപടതയല്ലേ? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ഒരു കപടതയായിട്ട് ഇത് കണ്ടുകൂടെ? ഇത് സമയം കളയാൻ വേണ്ടി ചെയ്യുന്നതാണ്. TV-കാർക്ക് അവരുടെ വാർത്ത ആ ബുള്ളറ്റിൻ നിറയ്ക്കണ്ടേ, അതിനൊരു സബ്ജക്റ്റ് വേണ്ടേ? ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ സീറ്റ് വാർത്ത ഇതൊക്കെ അവർ മാറ്റി വയ്ക്കുക. ആരെങ്കിലും കേട്ട് ഞാൻ ചത്തു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ അതിൻ്റെ പിന്നാലെ പോകും. പിന്നെ ഒരു 3-4 മണിക്കൂർ അതിട്ട് വെക്കുക. അപ്പോഴാണ് വേറൊരാൾ തെങ്ങേന്ന് വീണ് ചത്തു, ഉടനെ അവിടെ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഒന്നുമില്ല. അപ്പോൾ എന്തു ചെയ്യും? ഇത് ഗോവിന്ദൻ പറഞ്ഞ് എനിക്ക് 75 കിട്ടും, സതീശൻ പറഞ്ഞ് എനിക്ക് 90 കിട്ടും, ഞാൻ വനവാസത്തിന് പോകും. വനവാസത്തിന് പോകാൻ വനമില്ല ഇവിടെ. ഏത് വനത്തിലാണ് ഇങ്ങനെ വാസത്തിന് പോകാൻ പോകുന്നത്? അല്ല, കോന്നിയിൽ MLA പറഞ്ഞിട്ടുണ്ട് അവിടെ കോന്നിയിൽ വലിയ വിശാലമായ വനമുണ്ട്, അങ്ങോട്ടേക്ക് പോരെന്നൊക്കെ പറയുന്നു. അവിടെയൊക്കെ വലിയ ആനയും കടുവയൊക്കെ അവിടെ. വനവാസം എന്നല്ല, വസിക്കണ്ടേ അവിടെ? വസിക്കാൻ പറ്റില്ല. വാസയോഗ്യമല്ലാത്ത വനങ്ങൾ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. പോയി താമസിക്കാൻ ഒരു കുടിൽ കെട്ടി അവിടെ താമസിക്കണ്ടേ? ഇവനെ കടുവ പിടിച്ചുകൊണ്ട് പോകും. കാരണം കടുവയും ആനയും പന്നിയൊക്കെ നമ്മൾ തള്ളി ഉള്ള വനത്തിൽ ഇങ്ങനെ അവർ തിങ്ങി നിറഞ്ഞ് നിൽക്കുക. അവരുടെ സ്ഥലം മുഴുവൻ നമ്മൾ കയ്യേറി. ഇപ്പോൾ ഈ വീണ്ടും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ തിന്നു കളയും. ഇതാണ് വനവാസി. ഈ വാർത്തയൊക്കെ വരുന്നത് നോക്കൂ, മറ്റ് വാർത്തയില്ലാത്തപ്പോഴാണ്. അപകടം, ആത്മഹത്യ, തൂങ്ങിമരണം, കൊലപാതകം, ഇതില്ലാത്തപ്പോൾ ഈ വാർത്ത എടുത്ത് നോക്കും. അപ്പോൾ ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നില്ലേ? അത് മുതലെടുക്കാൻ UDF-ന് സാധിച്ചില്ലേ? അങ്ങനെ പറയുന്നു. UDF-ന് വലുതായിട്ട് സാധിച്ചില്ല. കാര്യം ഇത് ഇഷ്യൂസ് പോയിൻ്റ് ചെയ്ത് കൊണ്ടുവരണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഇഷ്യൂ എന്തായിരുന്നു? ഒരു ഇഷ്യൂ ഇല്ല. ഓരോ നിയോജകമണ്ഡലത്തിൽ ഓരോ ഇഷ്യൂ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോയി. നിങ്ങൾ പിണറായി വിജയനെ അറ്റാക്ക് ചെയ്യുമ്പോൾ 1-2 ഇഷ്യൂസ് എടുത്തിട്ട് മുനക്കൂർപ്പിച്ച് അറ്റാക്ക് ചെയ്യണം. അതിൽ തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ മറ്റൊരറ്റം വന്നത് UDF-ൻ്റെ ദേഹത്ത് കൊള്ളുമായിരുന്നു. അതാ പ്രശ്നം വന്നത്. ഈ പ്രശ്നം എന്തുമായിക്കോട്ടെ, ഈ അറ്റാക്ക് ഉണ്ടായില്ല. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം മുതലെടുക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചില്ല. BJP വികസനം ആണ് ഞങ്ങളുടെ അജണ്ട എന്ന് പറഞ്ഞു. 4 തവണ BJP അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 5-ാം തവണ LDF-ഉം UDF-ഉം വികസനം എന്ന് പറയാം. എന്നാൽ വികസനത്തിന് കൃത്യമായ ഒരു അജണ്ട ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? ഇല്ല. ഒരു പ്രോജക്റ്റ് വരുന്നു, ഒരു 200 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു ഫാക്ടറി, ഒരു പ്ലാന്റ് ഞങ്ങൾ ഇന്ന സ്ഥലത്ത് സ്ഥാപിക്കാൻ പോകുന്നു. അങ്ങനെ ഒരു പ്രപ്പോസൽ ഏതെങ്കിലും പാർട്ടി വെച്ചോ മുമ്പിൽ? ഇല്ല. പോട്ടെ, ഇത്രായിരം ഏക്കർ കൃഷിഭൂമി ഞങ്ങൾ ഏറ്റെടുത്തിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി വഴി ഇത് ചെയ്തിട്ട് ഇത്ര ടൺ നെല്ല് വെച്ച് ഓരോ സീസണിലും ഉൽപ്പാദിപ്പിക്കും. അതുണ്ടോ? ഇല്ല. അതൊരു വികസനമാണ്. റബ്ബറിൻ്റെ ഈ സംസ്കൃതത്തിൽ പറയുമല്ലോ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, ഇതെന്താണെന്ന് ആർക്കും അറിയില്ല. ഇത് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് നിങ്ങൾ മുമ്പിൽ വയ്ക്കുന്നത്, നിങ്ങളുടെ ഒരു പരിപാടി. അല്ലാതെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പൊളിഞ്ഞു കിടക്കുന്ന റോഡ് ടാർ ചെയ്യും. അതെങ്ങനെ വികസനമാകുന്നത്? വഴി നന്നാക്കി കഴിഞ്ഞാൽ വികസനമാണോ? കലുങ്ക് പണിയും. അതല്ലെങ്കിൽ കലുങ്ക് പണിയാനാണ് നിനക്ക് അവിടെ എത്രയാ 5.5 ലക്ഷം ഉദ്യോഗസ്ഥന്മാർ. ഈ കലുങ്കും റോഡും തോടും ഒക്കെ പണിയാൻ വേണ്ടിയിട്ടാണ്. കുടിവെള്ളം എത്തിച്ചു. ഞാൻ അത് ഇദ്ദേഹത്തിൻ്റെ നമ്മളുടെ ഡോക്ടർ B. അശോകിൻ്റെ അദ്ദേഹത്തിൻ്റെ TV ഡിബേറ്റിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊക്കെ സാധാരണ പ്രവൃത്തികളാണ്. ഇതൊരു അച്ചീവ്മെൻ്റ് ആകുന്നത് എങ്ങനെയാണ്?
കുടിവെള്ളം കൊടുത്തൊന്നും അച്ചീവ്മെൻ്റ് ആകും. മഹാഭാവി കുടിവെള്ളത്തിന് ഒരു മനുഷ്യൻ ക്രെഡിറ്റ് എടുക്കാറില്ല. ദാഹിക്കുമ്പോൾ വെള്ളം കൊടുത്തു, ഞാൻ സിനിജിക്ക് 2 ഗ്ലാസ് വെള്ളം കൊടുത്തു. ഇതിപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനെ തല്ലണ്ടേ? നിങ്ങളുടെ ബേസിക് മിനിമം നെസസിറ്റിയാണ് റോഡ്, ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ, പാലം, ഇതൊക്കെ. ഇത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞൊന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിനു വേണ്ടിയിട്ട് 5.5 ലക്ഷം ഉദ്യോഗസ്ഥന്മാർക്കും അവർക്ക് ശമ്പളം കൊടുക്കാനുള്ള നികുതിയും ഞാൻ പോക്കറ്റിൽ നിന്ന് തരുന്നുണ്ട്. കഴുതേ, നീ അതങ്ങ് ചെയ്താൽ മതിയോ? സ്വന്തം ജോലി ചെയ്തത് മിടുക്കാണെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇപ്പം ഈ പ്രശ്നം പറഞ്ഞാലും ഇനി ചൂരൽമലയിൽ പുതിയ വീടുകൾ വെച്ച് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ട നഷ്ടപരിഹാരം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിൽ 10 പേരെ എന്ന് മുഖ്യമന്ത്രി തൊഴുന്നു. ഇതൊക്കെ കണ്ട് അതിനെ വിമർശിച്ചാൽ ഉടനെ അത് പറ്റില്ല, ഈ പറയുന്നതൊന്നും അവകാശമാണ്. ഈ ഒരു രീതിയിൽ ഈ വിഷയം റേസ് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന്, BJP ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ, മുന്നോട്ട് പോയിക്കൂടാ? ഇത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. പ്രതിപക്ഷവും ഇതുപോലത്തെ കലാപരിപാടി ചെയ്യുന്നു. അവരും സ്ഥലം മേടിച്ചിട്ട് അവർക്ക് വീട് വയ്ക്കാൻ പറ്റിയില്ല, അപ്പോഴത്തേക്ക് കാശ് തീർന്നു പോയി എന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. ഈ പ്രശ്നം നമ്മളുടെ N. പ്രശാന്ത് IAS ഒരു ലേഖനമായിട്ട് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഫേസ്ബുക്കിലുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നിങ്ങൾ കാശ് ഡയറക്റ്റ് ബെനിഫിറ്റായിട്ട് ദുരിതത്തിൽപ്പെട്ടവർക്ക് കൊടുക്കണം. അതാണ് ദുരിതാശ്വാസം. അതല്ലാതെ ആ കാശ് എടുത്തിട്ട് ഒരു കോൺട്രാക്ടറെ വിളിച്ചിട്ട് എസ്റ്റിമേറ്റിന് 10 കോടി രൂപ എസ്റ്റിമേറ്റ് തയ്യാറാക്കുക, കൺസ്ട്രക്ഷന് 210 കോടി രൂപ, അതിൻ്റെ ഉദ്ഘാടനത്തിന് 25 കോടി രൂപ. ഈ പരിപാടി ഇതെങ്ങനെ ദുരിതാശ്വാസമാകുമെന്നാണ് പുള്ളി ചോദിക്കുന്നത്. ഇത് ചട്ടലംഘനമാണ് വാസ്തവത്തിൽ നടന്നിരിക്കുന്നത്, നിയമലംഘനമാണ്. അത് പറഞ്ഞ് ആ പാവത്തെ ഇപ്പോൾ സസ്പെൻഷനില്ല. നേരത്തെ അറിയാമല്ലോ, ഇപ്പോൾ 1.5 വർഷം പറ്റുമായി. 3ാമത്തെ സസ്പെൻഷന് നിൽക്കുകയാണ്. ഇവരെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടുള്ളത് കേന്ദ്രത്തിൻ്റെ അനുവാദം വേണമെന്നാണ്. കേന്ദ്രം അനുവാദം കൊടുക്കാൻ റെഡിയായിട്ടിരിക്കുകയാണ്. സസ്പെൻഷന് അനുവാദം കൊടുക്കാനായിട്ട് പ്രത്യേക ഒരു വകുപ്പുണ്ടെന്ന് തോന്നുന്നു കേന്ദ്രത്തിൽ. ചോദിക്കുക, അപ്പം തന്നെ അനുവാദം ഒരു സീലങ്ങ് പതിച്ചങ്ങ് കൊടുക്കും. ഏത് സ്റ്റേറ്റിൽ നിന്ന് ഏത് IAS-കാരനെയാണ് കൊല്ലേണ്ടത് കൊണ്ടുപോകാൻ ഞാൻ അനുവദിച്ചിരിക്കുന്നത്, തട്ടിക്കും. അവർക്കിതൊന്നും അറിയണ്ട. അങ്ങനെ അവർ എന്നിട്ട് ഇത് മുഴുവൻ വികസനം ദുരിതാശ്വാസം നടത്തുന്നത് വികസനമാകുന്നത് എങ്ങനെയാണ്? ഞാൻ ഉരുണ്ടു വീണു, എന്നെ സിനിജി താങ്ങിപ്പോക്കി പിടിക്കുന്നു, ഒരാശുപത്രി കൊണ്ടുപോയി. അത് വികസന പ്രവർത്തനമാണ്. അല്ലല്ലേ? ഇതെങ്ങനെ ക്ലെയിം ചെയ്യുന്നു ഇവർ? ദുരിതാശ്വാസ പ്രവർത്തനം വികസന പ്രവർത്തനമല്ല. മുണ്ടക്കൈ ചൂരൽമലയിൽ നിങ്ങൾ വീട് വെച്ച് കൊടുത്തത് വികസന പ്രവർത്തനമല്ല, അത് ദുരിതാശ്വാസമാണ്. അല്ല, അത് ഈ പറയുന്നത് ഇപ്പോൾ റോഡ്, പാലം ഇതൊക്കെ നിർമ്മിക്കുമ്പോഴും പഴയ സർക്കാർ ചെയ്തില്ലല്ലോ, അപ്പം ഞങ്ങളല്ലേ ചെയ്തത്, അതുകൊണ്ട് വികസനം. അതിന് പോലെയാണ് ഈ ചൂരൽ മുണ്ടക്കൈ റോഡ് മാത്രമല്ല, അപ്രോച്ച് റോഡ് ഉദ്ഘാടനം വീണാ ജോർജ് ചെയ്തിട്ടില്ലേ? പാലം ഉദ്ഘാടനം ഞാൻ തീരുമാനിച്ചു. അപ്പോൾ 10-15 പേര് കൂടിയിട്ട് പറഞ്ഞു, പാലം തീർന്നിട്ടില്ല. തീർന്നില്ലേ? ഇച്ചിരി പെയിൻ്റൊക്കെ അടിച്ച് എങ്ങനെയെങ്കിലും പറ്റില്ല, അതിൽ നടന്നാൽ ഉരുണ്ട് വീഴും. അതെ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അപ്പോഴാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞു, ഭയപ്പെടണ്ട, നമുക്ക് അപ്രോച്ച് റോഡ് ഉദ്ഘാടനം ചെയ്യാം. അപ്രോച്ച് റോഡ് എന്ന് പറഞ്ഞാൽ അവിടെ പോയി ആകാശത്തേക്ക് പോകുന്ന സാധനമാണല്ലോ അപ്രോച്ച് റോഡ്. പക്ഷേ അത് ഉദ്ഘാടനം ചെയ്ത് വീണാ ജോർജ് തിരക്ക് പിടിച്ച് 3 മണിക്ക് ഇലക്ഷൻ കമ്മീഷൻ പത്രസമ്മേളനം വിളിച്ചു. എന്ന് പറഞ്ഞാൽ 3 മണിക്ക് ഇതാണല്ല മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് നിലവിൽ വരും. 5 മണിക്കാണ് ഉദ്ഘാടനം വെച്ചിരുന്നത്. ആ ഉദ്ഘാടനം 2:30 മണിക്കാക്കി. എന്നിട്ട് 150 കിലോമീറ്റർ സ്പീഡിൽ കാറ് പായിച്ചിട്ട് ഇവിടെ വന്നത് ഒരു നാടകം കെട്ടി ഉദ്ഘാടനം. ഇത്ര നാണം കെട്ട പരിപാടി. ഇനി ഇതിനെയൊക്കെ വികസനം എന്ന് വിളിക്കുക, എന്തൊരു കഷ്ടമാണ്. ഈ വോട്ട് ചെയ്തതിന് ശേഷം വന്ന ഒരു ക്രൈസ്തവ സമുദായത്തിലെ ഒരു നേതാവ് ചോദിച്ചാണ്, ഇപ്പോൾ വോട്ട് ചെയ്ത് ഇനി ഇന്ത്യയിൽ എപ്പോഴെങ്കിലും ഇലക്ഷൻ നടക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ വികസന പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഇനി ഇലക്ഷൻ നടക്കുമെന്ന് ചോദിക്കുന്നത്, ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇനി കേരളത്തിലും പുള്ളിക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ, പുള്ളി ഈ വിർച്വൽ അറസ്റ്റിൽപ്പെട്ടു. ഈ പറഞ്ഞ കക്ഷി ഓർമ്മയുണ്ട്, ഒരു 2 മാസം മുമ്പ്. വിർച്വൽ അറസ്റ്റ് എന്ന് പറയുന്നത് ശുദ്ധ ഭോഷ്ക്. ഇത് വിശ്വസിക്കുന്ന ഒരു പൊട്ടനാണ് അങ്ങേര്. ഒരു വീഡിയോ കോൾ വിളിച്ചിട്ട് ഞാൻ സിനിജയോട് പറയുകയാണ്, നിങ്ങൾ അറസ്റ്റിലാണ്. എന്താ അറസ്റ്റിൽ? ഞാൻ ഇവിടെ ഇരിക്കുകയല്ലേ, താൻ ആരോട് അറസ്റ്റ്? ഈ വീഡിയോ കോൾ വിളിച്ചിട്ട് നിങ്ങൾ അറസ്റ്റിലാണെന്ന് പറഞ്ഞപ്പോൾ അറസ്റ്റിലാകുകയും
നിങ്ങളുടെ കയ്യിൽ കള്ളപ്പണമുണ്ട്, ED നിങ്ങളെ ഓടിച്ചിട്ട് പിടിച്ച് കടലാവണക്കമ്പത്തിൽ അടിക്കും. ആ അടിയിൽ നിന്ന് അടിയൻ ലച്ചിപ്പോവും. ഒരു 15 ലക്ഷം രൂപ എന്ന് പറഞ്ഞു. 15 ലക്ഷം രൂപ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ആ ബുദ്ധിമാനാണ് ഇന്ത്യയിൽ ഇനി വോട്ട് ചെയ്യാൻ പറ്റുമോ, ജനാധിപത്യം നിലനിൽക്കുമോ എന്ന് എനിക്കറിയില്ല. കള്ളപ്പണം ഉള്ളതുകൊണ്ടാണല്ലോ ഈ 15 ലക്ഷം കൊടുത്തത്. അല്ലെ ആരെങ്കിലും കൊടുക്കുമോ? സിരിജിയോട് പറയാണ് 15 ലക്ഷം അടയ്ക്ക്, തൻ്റെ കള്ളപ്പണമുണ്ട്. എൻ്റെ കള്ളപ്പണവും ഇല്ല, മണ്ണാങ്കടയിൽ ഇപ്പോൾ ഫോൺ വയ്ക്കട അവിടെ, ഞാൻ പോലീസ് വിളിക്കും എന്നല്ലേ പറയുള്ളൂ. സാധാരണ ഒരു മനുഷ്യൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? 15 ലക്ഷം രൂപ കൊടുത്തു കള്ളപ്പണം മറയ്ക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഈ കാശുമൊക്കെ പോയി അണ്ടം കീറി കഴിഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നാട്ടുകാരോട് ഒക്കെ പറഞ്ഞു, എന്നെ പറ്റിച്ചല്ലോ, വെർച്വൽ അറസ്റ്റ് ആക്കിയിട്ട് 15 ലക്ഷം. പറഞ്ഞിട്ട് കാര്യമില്ല, ഹൈക്കോടതി ജഡ്ജി വരെ പോയി പെട്ട ഏർപ്പാടാണ്. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമാന്മാരൊക്കെ ജനാധിപത്യം പഠിപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുക. എന്ത് ചെയ്യും? ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ ഈ കേരളത്തിൽ ഇനി ഭരിക്കാൻ ഇന്നവർ വരും എന്ന് പ്രതീക്ഷയോടെ ജനങ്ങൾക്ക് നോക്കിക്കാണാൻ പറ്റുന്ന ഒരു മുന്നണി ഉണ്ടോ? ജനങ്ങൾക്ക് അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നുമില്ല. ജനത്തിന് അറിയാം ഇത് വഴിപാടാണ്. അതുകൊണ്ടാണ് സിനിജി നോക്ക്, ഇപ്പോൾ 79% ആണ് ഫൈനൽ പോളിംഗ് പറഞ്ഞിരിക്കുന്നത്. ഇനി വേറെ എന്തോ എണ്ണാനുണ്ട്. 80 എന്ന് വെച്ചോ, ബാക്കി 20% വോട്ട് ചെയ്തിട്ടില്ല. 2,64,000 അങ്ങനെ കണ്ടാണ് ടോട്ടൽ. 2,64,00,000 ടോട്ടൽ വോട്ടർമാർ. അതിൽ 20 ലക്ഷം വോട്ട് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ എത്ര വരും? 20% എന്ന് വെച്ചാൽ അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ തന്നെ 26 ലക്ഷമാകും. 52 ലക്ഷം വരും. 52 ലക്ഷം. അതിനകത്ത് ഒരു 10-15 ലക്ഷം ആൾക്കാർ ഗൾഫിൽ പെട്ടുപോയി, അവിടെ പോയി ഇവിടെ പോയി ഇങ്ങനെയൊക്കെ കളഞ്ഞു. എന്നാലും ഒരു 10-30 ലക്ഷം പേര് വോട്ട് ചെയ്തിട്ടില്ല. അവരാണ് ബുദ്ധിമാന്മാർ. അവർക്കറിയാം ഈ സാധനം കൊണ്ട് ഒരു പ്രയോജനവുമില്ല, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനാണ്. അതുകൊണ്ട് അവർ വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് ആ ദിവസം വിശ്രമിക്കാൻ തീരുമാനിക്കും. അല്ലെങ്കിൽ നിങ്ങൾ സമാധാനം പറയണം. ഈ 30 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് ചില്ലറ സംഗതിയാണ്. 10% എടുത്താൽ തന്നെ എത്രയാണ്? 26 ലക്ഷം വരും. 26 ലക്ഷം ആളുകൾ വോട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ അന്വേഷിച്ചു എന്തുകൊണ്ട് അവർ വോട്ട് ചെയ്യുന്നില്ല എന്ന്? വലിയ പ്രശ്നമാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ കുറേ അധികം പേര് ഒരു കാരണവും കൂടാതെ വോട്ട് ചെയ്യാതെ പോകും. ജനങ്ങൾക്ക് ഈ പരിപാടിയിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ഇതൊരു കടമയാണ്, ഒരു ഡ്യൂട്ടി ആയിട്ട് ആൾക്കാർ വിചാരിക്കുന്നു. അങ്ങനെ ചെയ്യുന്നു. വോട്ട് ചെയ്തില്ലെങ്കിൽ ശിക്ഷിക്കുന്ന രാജ്യങ്ങൾ വരെയുണ്ട്. നിർബന്ധമായിട്ട് വോട്ട് ചെയ്യണമെന്ന് പറയുന്നവർ. അവിടെയുള്ളവരൊക്കെ എന്താ ചെയ്യുന്നത്? ശിക്ഷ കിട്ടുമല്ലോ എന്ന് പേടിച്ചിട്ട് വോട്ട് ചെയ്യും. ഇതങ്ങനെ പോയിട്ട് ജനം ആർക്കെങ്കിലുമൊക്കെ വോട്ട് ചെയ്യുന്നതാണ്. അല്ലാതെ ഈ സംവിധാനത്തിൽ ആളുകൾക്ക് വിശ്വാസം ഉണ്ടായിട്ടൊന്നുമില്ല. എന്തായാലും നമുക്ക് കൗണ്ടിംഗ് ഡേ വരെ കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.